ഇത് ഞാൻ പണ്ടത്തെ ഒരു നൊസ്റ്റ് പഠിച്ചത് തന്നെ കേട്ടോ. ഇപ്പോൾ എന്തായാലും ചക്കരയും മാങ്ങരയും കല്ലുള്ളൂ. മാങ്ങ എവിടെ നിൽക്കലും മാങ്ങ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പക്ഷേ മാങ്ങ ഇതുപോലെ ചെയ്യുന്നത് പണ്ട് കുഞ്ഞിലേ നമ്മൾ ചേച്ചിമാരും നമ്മളെല്ലാം കൂടി ഇതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു. ചേച്ചിമാർ അന്ന് ഇതേ കണക്കൊക്കെ അരിഞ്ഞു കൊടുക്കും, ഞാൻ സഹായിയാണ് കേട്ടോ ചെയ്ത് കൊടുക്കും. അപ്പോൾ അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ മാങ്ങ കണ്ടപ്പോൾ അതുപോലെ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഞാൻ മാങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞത്, ഇതിനേക്കാളും കുഞ്ഞായിട്ട് കൊത്തിയരിയും ഇതെന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. പിന്നെ സവാളയേക്കാളും കുഞ്ഞുള്ളിയാണ് നല്ലത്. ഉള്ളി എത്രത്തോളം കൂടുതൽ അരിയുമ്പോൾ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് ഞവടി എടുക്കണം. ഇതിങ്ങനെ ഞവടി എടുക്കുന്നതിനാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഈ മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പക്ഷേ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ പറമ്പിലൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു അതൊക്കെ അപ്പോൾ പോയില്ലേ, ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തപ്പോൾ അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെച്ച് ഞാനൊരു ശകലം കഴിച്ചുള്ളൂ, പിന്നെ അത് കണ്ടില്ല, അപ്പോഴപ്പാടെ തീർന്നു കേട്ടോ. ഓമാരപ്പോഴേ തീർത്തു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.